അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വ്രതം അനുഷ്ഠിക്കണം, അതിന് പ്രതിഫലം നിങ്ങൾ മുത്തക്കിയാകുകയും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം നോൽമ്പ് നോൽക്കുന്നു, വ്രതമനുഷ്ഠിക്കുന്നു. വെയിലോ ചൂടോ ഒരു പ്രശ്നമേ അല്ല. ആര് നോൽമ്പ് നോറ്റിട്ടുണ്ട്, ആര് നോറ്റിട്ടില്ല എന്ന് പ്രപഞ്ച സൃഷ്ടാവിന് ശരിക്കറിയാം. ആ പ്രപഞ്ച സൃഷ്ടാവാണ് ഇതിന് തക്കതായ പ്രതിഫലം നൽകുന്നത്. അതിന്റെ ഗുണമോ ദോഷമോ നോക്കിയിട്ടല്ല നമ്മൾ നോൽമ്പ് നോൽക്കുന്നത്. അള്ളാഹു നോൽക്കാൻ കൽപ്പിച്ചു, നമ്മൾ നോൽമ്പ് നോൽക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത് വളരെ മോശമായ രീതിയിൽ ജീവിച്ചിട്ടുമാവാം, നല്ല രീതിയിൽ ജീവിച്ചിട്ടുമാവാം. നല്ല രീതിയിലാണ് ജീവിച്ചിട്ട് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവന് കാത്തിരിക്കുന്നത് സ്വർഗലോകമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നരകലോകമാണ്. അത് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്, ചുരുക്കി പറയുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഏ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു എന്ന ഓർമ്മ നിനക്കുണ്ടാവട്ടെ. എന്നാൽ പരലോകത്ത് ഏതൊരുവന് തന്റെ രേഖ വലത് കൈയിൽ നൽകപ്പെട്ടുവോ അവൻ ലഘുവായ വിചാരണക്ക് മാത്രമേ വിധേയമാകുന്നതുള്ളൂ. എന്നാൽ വളരെ ചെറിയൊരു വിചാരണ അവർക്ക് നടത്തുള്ളൂ. എങ്ങനെ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും മാന്യമായി അള്ളാഹു എങ്ങനെയാണോ ഭൂമിയിൽ ജീവിക്കാൻ പറഞ്ഞത് അതേ രൂപത്തിൽ ജീവിക്കുകയും എന്നിട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നവന്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് കാത്തിരിക്കുന്നത് ഭയാനകമായ ശിക്ഷയാണ്. കാരണം അവൻ ശിക്ഷക്ക് പാത്രമാണ്, അവൻ അതിന് അർഹനാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും പരിശുദ്ധ ഈ റമളാനിനെ അതിന്റെ പവിത്രതയോടുകൂടി കാണുകയും അത് വ്രതമനുഷ്ഠിക്കുകയും കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ച് കരഞ്ഞുകൊണ്ട് സൃഷ്ടാവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും പാപമോചനം തേടുകയും എന്നിട്ട് പരിശുദ്ധി പ്രാപിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും നല്ല രീതിയിൽ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുകയും ചെയ്യണം ഞാനും നിങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക ഖാദിഉൻ ഇലാ റബ്ബിക ഖദ്അൻ ഫമുലാഖി ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ഖുർആൻ വാക്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ വായിക്കാനും